ആലോചിച്ച് സമയം കളയാതെ വേഗം ഒന്നിനെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കണം. അച്ഛ നമ്മള് രക്ഷപ്പെട്ട ഏട്ടനൊരു മദാമയെ പാട്ടിലാക്കി അച്ഛനൊരു മദാമയുടെ എനിക്കറിയാമടി, അവൻ മിടുക്കനാ. അവന് എന്റെ മോനാ. അത് ശരി, കാര്യം നടന്നതായപ്പോ നിങ്ങളുടെ മോനായി അല്ലേ? നിങ്ങൾ തർക്കിച്ചു നിൽക്കാതെ വേഗം മദാമയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ. പപ്പുവും മദാമയും ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കൈയടിക്കൂ, കൈയടിക്കൂ. മദാമയെ കിട്ടി. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന നമ്മുടെ സ്വന്തം പപ്പു നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക് ആവേശമായി നമ്മുടെ പപ്പു മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ലുക്ക്. അച്ഛാ, അമ്മേ, അല്ലാതെ മദാമയൊന്നുമല്ല. അവൻ എവിടുന്ന് പഠിച്ചോട്ടുന്ന പെണ്ണ്? പറയടാ, ആരാ ഇവൾ? ഞാൻ എടാ മഹാഭാവി, ഇവിടെ ഉള്ളവർക്ക് എന്നെ ജീവിക്കാൻ ഗതിയില്ലാതിരിക്കുമ്പോഴാ അവനൊരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടെ ഇപ്പൊ ബാങ്കുകാർ കൊണ്ടുപോകും. ഇവളെ കൊണ്ട് കടത്തിനെ പോയി കിടക്കാം. ഇറങ്ങിക്കോണേ ഇവിടുന്ന്. എനിക്കിനി നിന്നെ കാണണ്ട. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ക്ഷമിക്കണോ അച്ഛാ, അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. കുടുംബം പണയം വെച്ച് റിസോർട്ടിലെത്തി എനിക്ക് മദാമയെ കിട്ടാതായപ്പോ അവസാന ദിവസമാ ഞാൻ ഇവളെ രജിസ്റ്റർ വിവാഹം ചെയ്തത്. ഇവളുടെ വീട്ടിൽ നിന്നെങ്കിലും പണം വാങ്ങി നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ കല്യാണം കഴിക്കാനുള്ള മോഹം കൊണ്ടല്ല. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ജീവിക്കാൻ ഞാൻ ഒത്തിരി വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ടു പോകുമെന്ന് വന്നപ്പോ ഇങ്ങനൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നു. എന്നെ വെറുക്കരുത്. വേറെ നിവൃത്തില്ലാത്തോണ്ടാ വലിയ നിലയിൽ കഴിയേണ്ടതിനോട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. നിങ്ങൾക്ക് ബാങ്കുകാർ ചെത്തിയ വീടെങ്കിലും ഉണ്ട്. റിസോർട്ടിലെത്തുന്ന ഏതെങ്കിലും ഒരു പണക്കാരനെ വിവാഹം ചെയ്ത് നല്ലൊരു ചെയ്ത് സ്വപ്നമില്ല എനിക്ക്. അതുപോലെ ഇല്ലല്ലോ ചേട്ടാ. ഫോട്ടോ ഇവിടെ. ഫോട്ടോ എടുത്തില്ല, ഒള്ളി വാച്ചിങ്. അതല്ല, താൻ എന്ന ഹൗസ് ബോട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസില്ലേ, അതിന്റെ പ്രിന്റ് എനിക്ക് ഇപ്പൊ വേണം. മാഡം, അത് പിന്നെ ഈ ഫോട്ടോ പ്രിന്റ്. എന്താണോ പ്രിന്റ് കിട്ടിയില്ലേ? പ്രിന്റ് കിട്ടി, പക്ഷേ താനെന്നെ ഇരുന്നും കിടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നതാണല്ലോ. എന്നിട്ട് പ്രിന്റ് എവിടെ? ഇറ്റലിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാ. പ്രിന്റ് കുഴപ്പമാവോ എന്തോ. എന്താണോ ഇത്? ഒരാൾക്ക് നാല് തന്നോ? ഷേക്കല്ല, മുല്ലാക്ക. കൊറേ നാളെ നീ നമ്മളൊക്കെ എടുത്ത് കൊടുത്തല്ലേ. ഇനി എന്റെ കാലൊന്ന് തടവിത്ത മസാജ്. മസാജ്? മസാജ്. ഓ, മസാജ്. ഒറ്റ വീഡിയോ വെച്ചേരും. പിടിക്കുന്നത് സ്ലോവില്. Excuse me, master. How many music students you have? ഒരുപാട് ഗായകര് എന്റെ ശിഷ്യരാണ്. അറിയോ? KJ യേശുദാസ് മൈ ശിഷ്യൻ. ഒരു പത്മശ്രീ, എനിക്ക് 3 പത്മശ്രീ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട്. പിന്നെ AR റഹ്മാൻ. ഓസ്കാർ വിന്നർ. കാറുണ്ടോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് കാർ ഇഷ്ടമല്ല. എനിക്ക് സൈക്കിൾ. പൂവാർ ചന്ത. ഈ സൈക്കിളിന്റെ ലോഡെടുപ്പ്. മീന് ആത്ത് പണ്ട്. ഓക്കെ. You know Rasul Pukuti? പൂക്കുട്ടി? Yes, right, Pukuti. അങ്ങനെ പറയല്ലേ. ഇപ്പൊ 2 കൂടെ അടിച്ചാൽ ഞാൻ പൂക്കുട്ടിയായിട്ട് പോകും. Oh, nice. Please, master, can I start lessons? Practice music lessons, please. ഇപ്പഴാ? Yeah. നീ പോയിട്ട് ഇതുപോലത്തെ 3 കൂടെ എടുത്തോട്ട് വാ. എന്നിട്ട് പ്രാക്ടീസ് പോരാ. Okay, master. I'll get it. ഒരു സാധനമില്ല അവൻ. നീ പ്രാക്ടീസ്.
പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, എന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പേർ പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ഇറ്റാലിയൻ സായിപ്പ്. വളരെ പ്രശസ്തനായ ഒരു ഗായകനായി കഴിഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. ഞാൻ പഠിപ്പിച്ച എന്നിൽ നിന്നും പകർന്നു കൊടുത്ത ആ മനോഹര ഗാനം കേൾക്കുവാനും നമ്മളെ എല്ലാവരെയും സംഗീതത്തിന്റെ ലഹരിയിലേക്ക് ആറടിക്കുവാനും, ഇല്ലെങ്കിൽ 7 അടിക്കുവാനും, ഇല്ലെങ്കിൽ 8 അടിക്കുവാനും, 6 അടിക്കുവാനും, നമ്മളെ ആനന്ദ ലഹരിയിലേക്ക് എത്തിക്കുവാൻ ഈ ഇറ്റാലിയൻ സായിപ്പിന് ആ ഗാനം ആലപിക്കുവാൻ അദ്ദേഹത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്ലാപ്പ്. ധൈര്യമായിട്ടിരിക്കും. എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു ചിനുങ്ങാതെ ഒന്നു കൂടെ പോരു ചെല്ല. എന്തൊരു പറഞ്ഞാലും നീ എന്റേതല്ലേ അപ്പി, നിന്നു പിണങ്ങാതെ കൂടെ പോരു. മാസ്റ്റർ. ഹായ് അന്നാലിസ. ഹായ്. Hi. Hi. വാട്ട് പ്രോബ്ലം? She couldn't cheat at me. ശ്രീകുട്ടൻ ലവ് ആക്ടിങ് മൈ ഐഡിയ. Your idea? അന്നാലിസ, ഡോണ്ട് വറി. ശ്രീകുട്ടൻ ഗോ. ഐ ആം ദേർ. നോ, ഇൻ കേരള ഒരുപാട് ഹാൻസം ബോയ്സ്. ഐ ആം ദേർ. ഐ സ്റ്റോറിങ് ലോട്ട് ഓഫ് ലവ്. ഞാൻ ഉണ്ട്. അങ്ങനെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. I hate you. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇങ്ങനെ കറങ്ങി നടന്നു. ഈ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളുടെ ശില്പ ആ സായിപ്പിനെ കല്യാണം കഴിക്കാൻ പോവാ. രണ്ടും കൂടെ സോമതീരൻ റിസോർട്ടിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. ആഘോഷിക്കാൻ എന്ന് താഴെ ഇറക്കിയിട്ട് ആ സായിപ്പിനെ ചെന്ന് പൊക്കാൻ നോക്ക്. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഉണ്ടാക്കും. എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്ന സായിപ്പിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നവരെ ഞാൻ അലമ്പുണ്ടാക്കും. ഇറക്കി വിടാ സായിപ്പിനെ. ഇറക്കി വിടാ വെടിയില് പോടാം. എന്താ അത് പറ്റില്ല. നോക്ക്, നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണിനെ സായിപ്പ് അടിച്ചോണ്ട് പോകാൻ ഒരുങ്ങുമ്പോ നമ്മുടെ ആൾക്കാരെ കൂട്ടി വെക്കരുത്. അദ്ദേഹം നമ്മുടെ ഗസ്റ്റാ, അകത്തേക്ക് പോകാൻ പറ്റില്ല. സാഹിത്യത്തിന് എന്തു ആണല്ലോ, ഗസ്റ്റ് അല്ലേ. പക്ഷേ അവൾ എനിക്ക് ഗസ്റ്റ് അല്ല, എന്റെ പെണ്ണാണ്. കാണണം എനിക്കോളെ. എന്തായാലും അകത്തേക്ക് പോകാൻ പറ്റില്ല. പെയിന്റിംഗ് ആണ്, രവിവർമ്മയാണ്, കലയാണ്, മാങ്ങാത്തടിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ സാഹിത്യനെ കെട്ടി മറാമ യമയണ്ട. സമ്മതിക്കില്ലേ? പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകണം. ഞാൻ വിളിക്കണോ? സോമനേരത്തിന് എം ഡി വിളിക്കണോ? പോളിമാത്തിനെ വിളിക്കണോ? ഞാൻ പറയാം ഞാനോട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്. പടം വരച്ച് നീ എന്റെ പെണ്ണിന്റെ മനസ്സ് മാറ്റിയിട്ട് അവളെ കൊണ്ട് ഇറ്റലിക്ക് കിടക്കാനോ നിന്റെ പരിപാടി? മാനല്ലടാ, സിംഹം. കേരളത്തിലെ ആൺകുട്ടികളുടെ കൈക്കരുത് നീ ശരിക്കറിഞ്ഞിട്ടില്ല. എടാ അന്യം നാട്ടിൽ നിന്ന് വന്ന ചെറ്റേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നാ എന്റെ പെണ്ണിനെ കേട്ടെ?
അയാളൊന്നും ചെയ്യരുത്. ഞാനും എല്ലാത്തിനും കാരണം. ഇല്ല, ഈ തെണ്ടിയെ രക്ഷിക്കാൻ നീ നോക്കണ്ട. Believe me, man. I can't neglect her love. അമ്മാവന് വയ്യാതായ കാലം മുതൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചെണ്ടകൊട്ടിയെ നിന്നെയും പഠിപ്പിച്ചത്. പറയാമായിരുന്നു നിനക്കെന്നോടല്ല, എല്ലാം പറയാമായിരുന്നു. ഒരിക്കലെല്ലാം അവസാനിപ്പിച്ച് പോയതല്ലേ നീ? അവൾക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ എന്തിനാ വീണ്ടും നീ? No, man. This Italian really loves this Kerala girl. Come, I'll show you. Come on. Look. I made 12 paintings with Shilpa while we were separated. Look. ഞാനൊന്ന് പറയുന്ന കേൾക്കൂ. നീ ഒന്നും പറയണ്ട. ഞാനൊരു പെയിന്ററല്ലോ. പക്ഷെ കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ സങ്കല്പിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഞാനും വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചത് എന്റെ ഹൃദയത്തിലാണ്. അതിന് ചങ്ക് പറിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ശില്പയുടെ വീടല്ലേ? അതെ. ഫാബ്രി ആരോ തലക്കടിച്ച് ഹോസ്പിറ്റലിലായി. ചേച്ചി, ഹലോ, ഞാനാ. 3 മന്തായി നമ്മുടെ ഫാബ്രിയെ ആരോ തലക്കടിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സീരിയസ് ആണ് മാഡം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടൻ അയാളുടെ പേരാ എല്ലാരും പറയുന്നത്. ശില്പ, എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല മാവ. ആരൊക്കെ ചേർന്ന് എന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ശില്പ, നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എനിക്ക് പേടിയാ. എങ്ങനെ കഴിഞ്ഞു ശ്രീ ഇത്രയ്ക്ക് ക്രൂരനാവാൻ? അയ്യോ എന്റെ മോളെ, അയ്യോ അയ്യോ, എന്റെ മോളെ സംസാരിക്കാതെ പോറാ കൂടുന്നു. ശില്പ, ഞാൻ പറയുന്നത് പോറല്ല പറഞ്ഞത്. ഇറങ്ങി വേണം അങ്ങോട്ട്. സായിപ്പിനെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് ചിക്കനാണ് വണ്ടിയില്. നടക്കണം അങ്ങോട്ട്. ഒന്ന് അടുത്തേക്ക് പോകാൻ പറ്റുമോ? സോറി, വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്ന സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഡോക്ടർ, ഫാബ്രിക് എങ്ങനെയുണ്ട് ഇപ്പോ? വളരെ ക്രിട്ടിക്കലാണ്. അറിയിക്കാനുള്ളവരെ അറിയിച്ചോളൂ, താമസിക്കണ്ട. നിർത്തണോ? സോറി, ഇയാൾ കുറ്റം സമ്മതിക്കുന്നില്ല.
എന്താടോ കിട്ടിയതൊന്നും പോരെ, ഇനിയെങ്കിലും കുറ്റം സമ്മതിച്ചൂടെ? ചെയ്യാത്ത കുറ്റം എങ്ങനെയാണ് സാർ സമ്മതിക്കുക? താനാണ് സായിപ്പിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് സമ്മതിച്ചു വരേ വേണ്ടൂ. സാർ, ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എറണാകുളത്ത് റിസോർട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല. ഇതെന്താ താൻ നേരത്തെ പറയാറുന്നത്? സാർ, പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതെ, ഇയാളെ കുറച്ച് വെള്ളം കൊടുക്ക്. ആ, യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതുവരെ ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. ഉപദ്രവിക്കണ്ട. ആ, നീയാണോ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞങ്ങൾ തെറ്റുകാരല്ല സാർ. പേര് പറയാൻ പറഞ്ഞോ? ഇന്നലെ രാത്രി ഇവന്മാരൊക്കെ ആ സായിപ്പിന്റെ കൂടെ എന്റെ ഷാപ്പിലുണ്ടായിരുന്നു. പറയണം, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? അയ്യോ, ഇവരുടെ കൂടെ ആ മൂന്നാർ മത്തായി ഉണ്ടായിരുന്നു. മൂന്നാർ മത്തായി? പോയി പൊക്കടവനെ. നിൽക്കണവനെ. അല്ല വണ്ടി വിടണ്ട, വണ്ടി വിട. അല്ല വണ്ടി വിടണ്ട, വിടണ്ട. വണ്ടി തീർന്നെടുക്കാനുള്ള സാറേ. ഇങ്ങോട്ട് പോണം. പെട്രോള് തീർന്നു പോയതാ. പറയാ, നിങ്ങൾ എന്താ കളിച്ചേ? പറയാ. സാഹിബിനെ കള്ള് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. സത്യം പറ, എന്നിട്ട് ആരാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനാ ഷാപ്പിൽ നിന്ന് ആദ്യം സാഹിബിനെ കൊണ്ട് പുറത്തേക്ക് പോയത്. നീ അല്ലടാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? സത്യം പറയണം. ഞാനത് ചെയ്തിട്ടില്ല സാർ. പറയണ. പിന്നെ ആരാന്ന് പറയാം, ഞാൻ സത്യം പറയാം. അവരുമല്ല. ആരൊക്കെയെന്ന് പറ.